ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് പുതിയൊരു ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതേ സെയിം ക്വാണ്ടിറ്റിയിലുള്ള ഇതേ ഫയൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ VIZ ഫോർമാറ്റിലുള്ള ഫയലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ നൽകുന്നതായിരിക്കും. ഇത് ഈ ഒരു ടെംപ്ലേറ്റ് സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ അഥവാ ലവ് ഷേപ്പ്, സ്മോക്ക് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എവി പ്ലെയർ എടുക്കുക. എവി പ്ലെയറിൽ ലോഡ് ഫ്രം ഫയൽ അഥവാ എവി പ്ലെയറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറി അഥവാ എവി പ്ലെയറിൽ ടെംപ്ലേറ്റ് എടുക്കുന്ന ഗാലറി കാണാം. അവിടെ നമുക്ക് ലോഡ് ഫ്രം ഫയൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ നിന്നും നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയലിനെ നിങ്ങളുടെ വിഷ്വലൈസർ നിങ്ങളുടെ ഫോണിലോട്ട് ജസ്റ്റ് ആ ഒരു വിഷ്വലൈസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കലി കയറും. ഓക്കെ, ഇതുപോലെ വരും. ഇതുപോലെയാണ് VIZ ഫോർമാറ്റിലുള്ള ടെംപ്ലേറ്റ് വരിക. ജെയ്സൺ ആണെന്നുണ്ടെങ്കിൽ നോർമലി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ നോർമലി നിങ്ങളുടെ വി പ്ലെയറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുക. ഇതിൽ നിങ്ങൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ ടെക്സ്റ്റും അതുപോലെ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൊടുത്താൽ മതി. അത് കറക്റ്റ് ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൽ നോർമൽ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അതായത് ഫസ്റ്റത്തെ ഇമേജ് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റം ഇമേജ് എന്ന് കാണാം. അതിൽ പിക്ക് ഇമേജിൽ നിന്നും നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു ഇമേജ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലാക്ക് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളറാണ്. നമ്മളിവിടെ ബ്ലാക്കാണ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേറെ കളറാണ് നിങ്ങൾക്ക് ഒരു ബോർഡർ പോലെ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ഉണ്ടോ, അതുപോലെ നമുക്ക് ഇവിടെ കളർ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ ചില സമയത്ത് നമുക്കതൊരു ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാനത് ബ്ലാക്ക് ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ബ്ലാക്ക് ഇപ്പോൾ തൽക്കാലം വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം വരുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ താഴെ വരുന്ന അഥവാ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഡിസ്കിൻ്റെ നേരെ താഴെ വരുന്ന ആ ഒരു എഫക്റ്റാണ്, ഒരു ഗ്ലോ എഫക്റ്റാണത്. ഓക്കെ, നമ്മളിവിടെ ഒരു ഗ്രീൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്ലർ എഫക്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്കാണ്. അത് മാറ്റിയിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ സെലക്ട് ചെയ്യുന്നത്. അത് മാറ്റുമ്പോൾ ഇവിടെ താഴെയും മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പിയറൻസിൽ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്ലറിൻ്റെ സെക്ഷനിലും നമ്മൾ ഈ കളർ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചിലപ്പോൾ അത് ലോഗോ ഒക്കെ കുറച്ച് ഡാർക്ക് ബ്ലറായിട്ട് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലറിൻ്റെ ടൂൾ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പെൻസിലേക്കാണ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഫസ്റ്റത്തെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നോർമൽ പാർട്ടിക്കിളാണ്, അഥവാ ഡിസ്കിൻ്റെ താഴെ നിന്ന് പോകുന്ന പാർട്ടിക്കിളാണ്. അതിൽ ഓവറാൾ എന്നുള്ള സെക്ഷൻ കാണാം. അതിൽ കളർ എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുക. ഓൾറെഡി അത് പിങ്കാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് ഇവിടെ കളർ കൂട്ടിയതിന് ശേഷം ഇവിടെ ഗ്രീൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് കളർ കുറക്കാം. ഓക്കെ, അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്കാണ്, സ്മോക്ക് എഫക്റ്റ് ആണ്. സ്മോക്ക് എഫക്റ്റിൻ്റെ കളർ പിങ്ക് ആയിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ ആക്കുക. ഞാൻ എക്സാമ്പിൾ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഗ്രീൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ അപ്പിയറൻസ് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേരാണ്, ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം, സൈസ് കൂട്ടാം, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഇമേജ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഇമേജ് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം ഇമേജ് അഥവാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡിസ്കിൻ്റെ മുകളിൽ വരുന്ന ഇമേജാണത്. ഡിസ്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത ഒരു ഇമേജ്. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ ഡിസ്ക്കാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഡിസ്കിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അത് ഗ്രീൻ എഫക്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ബ്ലാക്ക് ചൂസ് ചെയ്തു. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ ഈ ലവ് എന്ന് എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ്. ഇമേജ് ബ്ലാങ്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഇമേജ് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലവ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റാണ്. അത് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്ലാക്ക് സ്മോക്ക് കൊടുത്താണ്. അതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലവ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു
ഓക്കെ ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് വന്ന ടെക്സ്റ്റാണ്, അഥവാ 2 പ്രാവശ്യം നമ്മൾ ഈ ലവ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അഥവാ ആദ്യം ഒരു പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ഇത് ഡിസേബിൾ ചെയ്തിട്ട് ആദ്യത്തെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഒരു പണി ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട, രണ്ട് പ്രാവശ്യം കൊടുക്കുക. അഥവാ 2 പ്രാവശ്യം ഈ ഒരു ലവിൻ്റെ ടെക്സ്റ്റ് കൊടുക്കുക. പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തതാണ്, പിക്സൽ ലാബിലല്ല, പിക്സാർട്ടിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ലവ്, അതിന് ശേഷം ഒരു സ്മോക്ക്, പിന്നെ ലവ് ഒന്നുകൂടി കൊടുക്കുക, ഒന്നുകൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമറാണ്, അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. അതിനുശേഷം നമ്മുടെ ഫസ്റ്റത്തെ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൻ്റെ ഹെക്സാഗൺ ഷേപ്പ് ലോഗോ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനുശേഷം വരുന്നത് ട്രെൻഡ് എഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്റ്റാണ്. അത് ഇതുപോലെ അത് 2 ഇമേജാണ്, അത് പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തതാണ്. PNG ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇമേജിൽ കസ്റ്റം ഇമേജിൽ നിന്ന് പിക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. അഥവാ ജസ്റ്റ് ആ ഒരു ഫയൽ തിരഞ്ഞു പിടിച്ചിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ ബ്ലർ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു മുകളിലുള്ള ലോഗോയ്ക്കും പിന്നെ പാർട്ടിക്കിൾസിൻ്റെ ഷേപ്പ് മാറ്റാം. ഇവിടെ കസ്റ്റം ഇമേജിൽ പിക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇമേജ് പറഞ്ഞാൽ ഇത് നമ്മുടെ ലോഗോയാണ്, നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ മുകളിൽ 2 ഫസ്റ്റത്തെ ബാറാണിത്, അതിന് ശേഷം വരുന്ന 2 ചെറിയ ബാറുകളാണ് താഴത്ത് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെംപ്ലേറ്റ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ടെംപ്ലേറ്റും അതുമായി ബന്ധപ്പെട്ട ഫയൽസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. ഇതുപോലുള്ള മറ്റ് വീഡിയോസും അതുപോലെ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.